ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നു വരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി സുമ സുരേഷ് കാരാപ്പുഴ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിന് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ തൃപ്പാദങ്ങളുടെ സൂക്തികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ മൊഴിമുത്തുകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഗുരുദേവന്റെ ആ മൊഴിമുത്തുകളെ കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ് ഇവിടെ നയിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ വലിയ അർത്ഥം ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കുവാൻ സ്വാമികൾക്ക് അനന്യസാധാരണമായ പാഠവുമുണ്ടായിരുന്നു. ഓരോ സംഭാഷണത്തിലും അനായാസേന ഫലിതരസം ഉണ്ടായിരിക്കുക എന്നത് അവിടത്തേക്കുണ്ടായിരുന്ന ഒരു നൈസർഗിക സിദ്ധിവിശേഷമായിരുന്നു. ഇങ്ങനെ ചിരിയിൽ ചിന്തയെ ഒളിപ്പിച്ചു വെച്ച ആ സൂക്തി ശകലങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ഫലിതം ഗ്രഹിച്ച് രസിക്കുവാൻ സാധിക്കാതെ വീഴ്ച നിന്നവർ ധാരാളമാണ്. ഗുരുമൊഴിയിലെ ജ്ഞാനവും ഫലിതവും എന്ന വിഷയത്തിൽ നമുക്കിന്നിവിടെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ആരാധ്യയായ ശ്രീമതി സന്ധ്യ വിജികുമാർ അവറുകളാണ്. ശ്രീമതി സന്ധ്യ ടീച്ചറെ എനിക്കിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ജഗദ്വാണി ഗുരുവാര പാഠശാലയിൽ ഒട്ടേറെ വിഷയങ്ങളിൽ പല പ്രാവശ്യം സന്ധ്യ ടീച്ചർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഗുരുമൊഴിയിലെ ജ്ഞാനവും ഫലിതവും എന്ന വിഷയത്തിലെ ക്ലാസ് എടുക്കുന്ന സന്ധ്യ ടീച്ചർ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും പ്രഗത്ഭയായ പ്രഭാഷകയും പഠന കേന്ദ്രത്തിലെ അധ്യാപികയും ശ്രീനാരായണ ധർമ്മ പ്രചാരകയും ഒക്കെയാണ്. സന്ധ്യ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ക്ലാസ് എടുക്കുന്നതിനായി എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ ടീച്ചർ. നമസ്തേ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹദാത്മനാ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാശി ശരചന്ദ്രമരീചികേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാംവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏറെ ബഹുമാന്യരായ ജഗദ്വാണി ടീം, എല്ലാവർക്കും ഒറ്റവാക്കിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്തേ രേഖപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഹാഗുരുവിൻ്റെ വാക്കുകളിലെ ആ മൊഴിമുത്തുകളിലെ യുക്തിയാണ് ചർച്ച ചെയ്തത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഗുരുവിൻ്റെ ഓരോ വാക്കുകളും കൊള്ളേണ്ടിടത്ത് എന്ന് കൊള്ളുന്നത്. ചോദ്യകർത്താവ് എന്താണോ അർത്ഥമാക്കുന്നത് അതിനപ്പുറമായിരിക്കും ഗുരു നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. അതുപോലെ ചില മറുപടികളൊക്കെ ഫലിതത്തിൽ ഉള്ളതായിരിക്കും, എന്നാൽ അത് കുറിക്ക് കൊള്ളുന്നതുമായിരിക്കും. ചിലത് വളരെ കൃപയുള്ളതായിരിക്കും. ചില മറുപടികളിൽ ആ ചോദ്യകർത്താവിന് എന്താണോ അറിയേണ്ടത് ആ അറിയേണ്ട കാര്യം വളരെ കൃത്യമായിട്ട് അതിലെ ജ്ഞാനരഹസ്യം അവന് വെളിപ്പെടുത്തി കൊടുക്കും. മഹാഗുരുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യന് മഹാഗുരുവിന്റെ പരിനിർവാണം കഴിഞ്ഞപ്പോൾ നമുക്കൊരു മഹാകാവ്യം എഴുതി തന്നു, മഹാസമാധിഗാനം.
അതിൽ സഹോദരൻ അയ്യപ്പൻ ഇപ്രകാരമാണ് പറയുന്നത്: കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ. അല്ലെ, എത്രത്തോളം കൃപയുണ്ട് ആ വാക്കുകളില്, എത്രത്തോളം ജ്ഞാനമുണ്ട്, എത്രത്തോളം ഫലിതമുണ്ട്. ഇതൊക്കെ കേൾക്കുന്നവന്റെ മനോധർമ്മം അനുസരിച്ചായിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് തോന്നുമ്പോൾ ഇതിലെന്താ ഫലിതവും തോന്നും, അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ യുക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വൈഖരിയിലെ ചില ഫലിതമൊക്കെ നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറത്താണ്. അതൊരു ഫലിതമാണെന്ന് സാധാരണക്കാരൻ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അത് ആ സമയം ഗുരുവിനോടൊപ്പം ഇരുന്ന ആ വിശിഷ്ട വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും അതിലെ ഫലിതം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. ഞാനത് ശ്രീ രാജീവുമായിട്ട് ചർച്ച ചെയ്തായിരുന്നു. ഇതിലെ ഫലിതം എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് പോലെയുള്ള എനിക്കും നമ്മളെ പോലെയുള്ളവർക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സില് യുക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു, എഴുതി വെച്ചതാണ്. ശ്രീമതി സുധ ടീച്ചറാണ് എന്നെ അത് ഓർമ്മപ്പെടുത്തിയത്. അന്നേരം ഞാൻ ഓർത്തു അതിൽ വീട് വേണം നമുക്കിപ്പോ തുടങ്ങാനെന്ന്. മഹാഗുരു എന്ത് യുക്തിപൂർവമാണ് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞു. ആ യുക്തിക്കുള്ളിൽ ഫലിതവും ഉണ്ടായിരുന്നു. ഇന്നും വിദ്യാസമ്പന്നരെന്ന് സ്വയം അഭിമാനിക്കുന്ന മലയാളികളുടെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ജാതക പൊരുത്തം, അല്ലേ? നക്ഷത്രത്തിന്റെ ഇത് പറഞ്ഞ് ഇന്ന് എത്രയോ വിവാഹങ്ങളാണ് മുടങ്ങി നിൽക്കുന്നത്. എല്ലാ പൊരുത്തവും കാണും, തമ്മിൽ ഇഷ്ടപ്പെടും, വിദ്യാഭ്യാസം കൊണ്ട് കുഴപ്പമില്ല, സാമ്പത്തികം കൊണ്ട് കുഴപ്പമില്ല, സൗന്ദര്യം കൊണ്ട് കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ നോക്കുമ്പോൾ നാളെ വരുമ്പോ എങ്ങനെയാണ്, അയ്യോ പൊരുത്തം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം നടക്കത്തില്ല. അങ്ങനെ എത്രയോ കുട്ടികളുടെ വിവാഹം ഇന്നും നടക്കാതിരുന്നിട്ടുണ്ട്. എത്രയോ പേരെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ എല്ലാം കുഴപ്പമില്ല, നാളിന് ചില പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ജ്യോതിഷത്തില് മുഹൂർത്തത്തില് ഒക്കെ ഗുരു എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് എത്ര നിരർത്ഥകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു കുട്ടിയുടെ ജനനം എപ്പോഴാണ് നടക്കുന്നത് എന്ന് ഗുരു വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ശ്രുതിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പിണ്ടനന്ദി എന്ന് പറയുന്ന ആ മഹത്തായ മന്ത്രത്തിലൂടെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. രേതസ്സു തന്നെ ഇതു രക്തമോടും കലർന്ന് നാദം തിരണ്ടുരുപതായി നടുവിൽ കടന്നേൻ. ഇങ്ങനെയാണ് രേതസ്സും രക്തവും കൂടെ കലർന്ന്, അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടെ ചേരുമ്പോൾ മാത്രമല്ല, അതിലേക്ക് ആ ബ്രഹ്മത്തിന്റെ ആ ധ്വനി, ആ ഓങ്കാരം കൂടെ ചേരുമ്പോഴാണ് അവിടെ ഒരു ജനനം, ഒരു ഭ്രൂണം രൂപം കൊള്ളുന്നത്. ഒരു കുഞ്ഞായി അത് വളരാൻ തുടങ്ങുന്ന അവിടെയാണ്. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? എപ്പോഴാണോ പ്രസവം നടക്കുന്നത്, ഇന്ന് നാളും തിഥിയൊക്കെ നോക്കി കീറിയെടുക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ എത്ര യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെന്ന്. ഇത് വളരെ വ്യക്തമായി നമുക്ക് ഗുരു വെളിപ്പെടുത്തി തരുന്ന ഒരു സന്ദർഭമാണ് മണ്ണന്തല ആനന്ദവല്ലീശ്വരീനെ പ്രതിഷ്ഠ നടത്തിയ സമയം എന്ന് പറയുന്നത്. ഗുരു മണ്ണന്തല ആനന്ദവല്ലീശ്വരീനെ പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠയെ കഴിഞ്ഞ് തൃപ്പാദങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവിടുത്തോട് ഒരു ബ്രാഹ്മണ മുഖ്യൻ ചോദിക്കുകയാണ്, ഒരു പുരോഹിതൻ ചോദിക്കുകയാണ്, ഗുരുസ്വാമി അപ്പോൾ പ്രതിഷ്ഠ നടത്താനുള്ള മുഹൂർത്തം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ഗുരു പറയും, അടി അളന്നു നോക്കിക്കോളാൻ പറഞ്ഞു. ഈ കക്ഷിയോർത്തി ആരുടെ അടി, എന്തടിയാണ് അളന്നു നോക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് കാര്യം പിടികിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയ തൃപ്പാദങ്ങള് ഒന്നുകൂടെ വിശദീകരിച്ചു, കുട്ടി ജനിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ ജാതകം എഴുതുന്നെന്ന്. നാം പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞു, ഇനി അടി അളന്നു നോക്കി സമയം എപ്പോഴാണ് മുഹൂർത്തമെന്ന് താങ്കൾ അങ്ങ് നിശ്ചയിച്ചോളാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, രാത്രിയിലൊക്കെ പ്രസവം നടക്കുന്നത് നമ്മുടെ ഡോക്ടർമാർ കൃത്യസമയമാണ് എഴുതുന്നത്. ചിലപ്പോൾ ഉറക്കപ്പിച്ചാലായിരിക്കും, അല്ലെ? അവരൊരു സമയം എഴുതി കൊച്ചിന്റെ കയ്യെ ഇട്ട് വെക്കും. നമ്മൾ വിചാരിക്കും അതാണ് സമയമെന്ന്. അത് വെച്ച് നമ്മളൊരു ജാതകം എഴുതുകയാണ് ചെയ്യുന്നത്. എത്രയോ പേര് കുറെ പ്രായമായി കഴിഞ്ഞ് പറയും, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ നാള് വേറെ ആയിരുന്ന അറിയുന്നത് എങ്ങനെയാണെന്നറിയാം, ഒരു 10-40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരത്തിന്റെ നാള് വേറെയാണെന്ന്. പിന്നീട് ഇത് ഇത്രയും നാളും ചെയ്ത വഴിപാടൊക്കെ അന്നേരം എന്തായി പോയി? ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പൊരുത്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിലാണ് പറഞ്ഞു തരുന്നത്.
വിദ്യാഭ്യാസം, സൗന്ദര്യം, സാമ്പത്തികം, ഇങ്ങനെയുള്ള ചില പൊരുത്തങ്ങളാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഈ പൊരുത്തങ്ങൾ മാത്രം നോക്കിയാൽ മതി, അതിന്റെ ഒരു കാലം ആണ് ഇനി വരുന്നത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള യുക്തിബോധങ്ങൾ ഗുരു ഓരോ സാന്ദർഭികമായിട്ട് സമൂഹത്തോട് മുഴുവൻ പറഞ്ഞു തരുന്നതാണ്. അല്ലാതെ ഒരു വ്യക്തിയോട് അവിടെ കൂടി വന്ന ആ പുരോഹിതനോട് മാത്രം പറഞ്ഞതാണോ? അല്ല, അദ്ദേഹത്തിലൂടെ ഇനി വരുന്ന തലമുറയോട് പറഞ്ഞു തരികയാണ്. ഇത്രയും പൊരുത്തമൊക്കെയുള്ള ജനനം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നലകളിലൊക്കെ നമ്മൾ കുറെ ആചാരങ്ങളൊക്കെ അനാചാരങ്ങളെ ആചാരങ്ങളായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട്. പോയതൊക്കെ വീണ്ടും വരുന്നുണ്ട് എന്ന് നമുക്കിന്ന് നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. തൃപ്പാദങ്ങൾ ഒരു പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ നിത്യപൂജ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ നിന്ന ആളുകൾ പറഞ്ഞു, തൊട്ടടുത്തൊരു പോറ്റിയുണ്ട്, ആ പോറ്റിയെ നമുക്ക് വിളിക്കാന്ന് പറഞ്ഞ് പൂജാകാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. നമുക്ക് എത്രയാണേലും എങ്ങനെയാണ് ആ പോറ്റി ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു തടയിടാൻ വേണ്ടി ഒരുപക്ഷെ തൃപ്പാദങ്ങളുടെ ലീലയായിരിക്കാം അത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പോറ്റിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ നൽകിയ മറുപടിയാണ്, ഓഹോ കൊള്ളാം, പലരും പോറ്റി വരുന്നത് വലിയ നല്ല കാര്യമാ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പൊ തൊട്ടടുത്ത ഗുരുവിന്റെ വാക്കുകൾ ഇങ്ങനെ വന്നത്, പോയതെല്ലാം പതിയെ വന്നുകൊള്ളുവെന്ന്. ശരിയല്ലേ? എത്ര ഫലിതത്തിലൂടെ ഗുരു ഒരു വലിയ തിരിച്ചറിവാണ് നൽകുന്നത്. ഇന്നും നമ്മളുടെ ഇടയിൽ ഇങ്ങനെയൊരു ചിന്ത വന്നു ചേരുന്നുണ്ട്, പോറ്റി ചെയ്താൽ മാത്രമേ പൂർണ്ണമാകത്തുള്ളൂ എന്ന്. എന്നാൽ അതിന് ഒരു മറുപടിയായിട്ടാണ് ഗുരുവിന്റെ ആ ഒരു സന്ദർഭം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ചില ആചാരങ്ങളൊക്കെ, അയ്യോ അത് ഞാൻ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മാറ്റാൻ പറ്റില്ല, ഇങ്ങനെ പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഇടയിൽ മിക്കവാറും കാണാറുണ്ട്. അതിനും ഗുരു ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ശിവഗിരിയില് ഹോമം, എല്ലാം നമുക്കറിയാം ശിവഗിരി ഒരു ദിവസം ആരംഭിക്കുന്നത് ഹോമത്തോടു കൂടിയാണ്. അപ്പോൾ ഹോമം നടത്താൻ വേണ്ടി ശങ്കരം പരദേശി എന്ത് ചെയ്യുന്നറിയാവോ? തെങ്ങിന്റെ അല്ല പ്ലാവിന്റെ കാതൽ അന്വേഷിച്ച് നടക്കുകയോ ചെയ്യുന്നത്. ഇത് നമ്മളൊക്കെ ഇല്ല, നമ്മുടെ ആളുകളൊക്കെ പൊങ്കാല ഇടാൻ പോകാറുണ്ടല്ലേ. ഞങ്ങളുടെ സാറ് പറയും വീട്ടിൽ ശുദ്ധമായി കുളിച്ച് ചോറിട്ട് കഴിഞ്ഞാൽ അത് പൊങ്കാലയായെന്നാ പറയുന്നത്. ഇന്ന് നമ്മൾ റോഡ് സൈഡിൽ പോയിട്ടാലേ നമുക്കൊക്കെ അത് പൊങ്കാലയാകത്തുള്ളൂ. അത് പോട്ടെ. അപ്പൊ ഈ പൊങ്കാലയല്ല, ഹോമം നടത്താൻ വേണ്ടി ശിവഗിരി പ്ലാവിന്റെ കാതൽ അന്വേഷണം എടുക്കും നമ്മുടെ പാവ ശങ്കരം പരദേശി. ഗുരു ചോദിച്ചു, ശങ്കരം പരദേശിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ അന്വേഷണം നടക്കുന്ന ചോദിച്ചു. ഹോമം നടത്താൻ സമയമായില്ലേന്ന് ചോദിച്ചു. അപ്പം പറയുകയാണ്, അയ്യോ ഗുരുസ്വാമി പ്ലാവിന്റെ കാതൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, കാതലില്ലെന്താ, അത് വെള്ളയുണ്ടല്ലോ, പറയത്തില്ലേ, പ്ലാവിന്റെ കാതലും ഉണ്ട്, അതിന്റെ വെള്ളയുണ്ട്. അപ്പോൾ മതിയല്ലോ ഹോമം നടത്താൻ എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കരം പരദേശി പറഞ്ഞു, അയ്യോ സ്വാമിജി, അങ്ങനെ വെള്ളയിട്ട് ഹോമം നടത്താൻ പറ്റത്തില്ല, പ്ലാവിന്റെ കാതല് തന്നെ വേണം ഹോമം നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, എന്താ അങ്ങനെ? അത് പൗരാണികമായിട്ട് അങ്ങനെ ഒരു ആചാരമാണ് ഉള്ളത്. ഗുരു പറയുകയാണ്, ആ പുരാണങ്ങൾ രചിച്ച സമയത്ത് ആ കാലഘട്ടത്തിൽ ധാരാളമായി പ്ലാവുണ്ടായിരിക്കാം. ആ സമയത്ത് പ്ലാവിന്റെ കാതല് കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ലായിരിക്കാം. അന്ന് അങ്ങനെ ചെയ്തു. ഇന്നിപ്പോൾ അതിന്റെ ശുക്ലമാണേലും മതിയെന്ന് പറഞ്ഞു, അതായത് വെള്ളയാണേലും മതിയെന്ന് പറഞ്ഞു. നാം ഒരു പ്രമാണം അങ്ങ് പറഞ്ഞു തരാം, ശങ്കരൻ എഴുതിയെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഗുരു പറഞ്ഞു കൊടുത്തൊരു പുതിയ പ്രമാണമാണ് പനസസ്യേന്ദനം ശുക്ലം കലേ ശ്രേയ പരികീർത്യതേ. അതായത് കലികാലത്തില് പനസസ്യേന്ദനം പ്ലാവിന്റെ ശുക്ലം വെള്ളത്തടി കൊണ്ട് ഹോമം നടത്തുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഗുരു ആ നിമിഷം തന്നെ 2 വരി ശ്ലോകം അങ്ങ് എഴുതി കൊടുത്തു. അതിലെന്തുണ്ട്? അത് യുക്തിബോധമുണ്ട്. ഗുരു എന്താ പറയുക, യാതൊരു യുക്തിയും ഇല്ലാതെ ഇന്നലകളിൽ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്ന അതിനെ അനുസന്ധാനം ചെയ്യുന്ന ആളുകളോട് ഒരു പരിഹാസവും കൂടിയുണ്ട് ഗുരുവിന്റെ വാക്കുകളിൽ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു നടരാജ ഗുരുവിനോട് പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞത്. പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡാർവിന്റെ ആ സിദ്ധാന്തത്തിന്റെ വലിയ ദാർശനിക വശത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഒരു യാദൃശ്ചികമായ ഒരു സംഭാഷണ വേളയിൽ ഗുരു വീണ്ടും ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതൊരു ഫലിത രൂപത്തിലുള്ള സംസാരമായിരുന്നു. ഇപ്രകാരമാണ് പറഞ്ഞത്, പരിണാമവാദം എന്ന് പറയുന്നത് നമുക്കറിയാം കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായത്. അപ്പോൾ ഗുരു പറയുകയാണ്,
കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എങ്കിൽ അതൊരു പക്ഷേ ആദ്യത്തെ ജനനം എന്ന് പറയുന്നത് ഈഴവരായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും തമ്മിൽ നോക്കിയത് എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഗുരു പറയുകയാണേ, ഈ കുരങ്ങനെ ഒരിടത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുരങ്ങൻ അവിടെ കടന്നോളും. കെട്ടഴിച്ചു വിട്ട കുരങ്ങൻ എന്താ ചെയ്യുന്നത്? ചാടി മരത്തിൽ കയറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇഴവരെ ഒന്ന് പരിഹസിക്കുകയല്ലേ ചെയ്തത് ഗുരു. ആ തെങ്ങി ചെത്തുന്ന, ആ കള്ളി ചെത്തുന്ന, തെങ്ങയിൽ കയറുന്ന അതിനെ ഗുരു ഭംഗ്യന്തരേണ ഒരു ഫലിത രൂപത്തിൽ എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഈ തൊഴിൽ നീ ചെയ്യണമോ എന്നൊരു ചോദ്യം, എന്തൊക്കെയോ ഒരു ഫലിതം അതിനകത്ത് ഗുരു ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത്. എങ്കിൽ ആദ്യം കുരങ്ങിൽ നിന്ന് മനുഷ്യരായത് മറ്റാരുമായിരിക്കില്ല, അത് ഈഴവർ തന്നെയായിരിക്കുമെന്ന്. കാരണം അവന് എന്ത് ചെയ്യും? മരത്തിൽ ചാടിക്കേറുന്നത് കൊണ്ട് ഗുരു അതിനെ ഫലിത രൂപത്തിൽ വിമർശിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അതിനെ. അതുപോലെ തന്നെ ഗുരു ഒരിക്കല് ഒരു ശിഷ്യന്റെ വീട്ടിൽ ചെല്ലുകയും ചെയ്യുന്നത്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഗുരുവിന് ഇരിക്കാൻ വേണ്ടി, നമുക്കറിയാം ഗുരു ചെല്ലുമ്പോൾ ഗുരുവിന് ഇരിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ ഇരിപ്പിടമാണ് ഭഗവാന്റെ ഭക്തന്മാര് ഒരുക്കി വെക്കുന്നത്. നമ്മുടെ ശിഷ്യനും എന്ത് ചെയ്യുന്ന ഗൃഹസ്ഥ ശിഷ്യനാണ്, അദ്ദേഹം മനോഹരമായ ഒരു ഇരിപ്പിടം ഒരുക്കി വെച്ചു. അതിൽ ഗുരു ഇരിക്കുകയും ചെയ്തു. ഗുരു ഇരുന്നിട്ട് ഗുരു ഒരു അഭിപ്രായം പറയുന്നില്ല. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിനൊരു സങ്കടം, ഞാൻ ഇത്രയും മനോഹരമായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി ഭഗവാനെ ഇരിക്കാനൊക്കെ ഒരുക്കി ഇരുത്തിയിട്ടും ഭഗവാൻ എന്താ ഇരിപ്പിടത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത്? നമുക്കും ഒരു തോന്നത്തില്ല, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോഴാണെങ്കിൽ നമ്മളെല്ലാം അവിടെ നല്ല വൃത്തിയാക്കി സുന്ദരമാക്കിയൊക്കെ വെക്കും. വെച്ച് കഴിയുമ്പോൾ കയറി വരുന്നത് ഹായ് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ഒരു ചെറിയ സന്തോഷം. ഇത്രയൊക്കെ ഉള്ളു എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹവും ആഗ്രഹിച്ചു തന്റെ ഇരിപ്പിടത്തിന്റെ ഒരു മഹത്വം ഗുരു ഒന്ന് പറയണമല്ലോ എന്ന്. എന്നാൽ തൃപ്പാദങ്ങൾ മിണ്ടാതെ അവിടെ അങ്ങ് ഇരിക്കുകയും ചെയ്ത്. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഭക്തൻ എന്ത് ചെയ്ത് ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു, തൃപ്പാദങ്ങളെ ആ കാലൊന്ന് മാറ്റി നോക്കിക്കേ, ആ അങ്ങ് ചവിട്ടിയിരിക്കുന്ന ആ കസേരയുടെ തിളക്കം കണ്ടില്ലേ? നല്ല എന്തൊരു തിളക്കമാണ് അതിന്, നല്ല മനോഹരമായിരിക്കുന്നില്ലേ അത്? ഗുരു പറഞ്ഞ കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇത്രയും തിളക്കം കാണുമ്പോൾ ഇത് വില കൂടിയ മറ്റ് ആണെന്ന് വിചാരിക്കും കാണുന്നവര്. എന്നാൽ ഇത് എന്ത് തടിയാണെന്നറിയാമോ? ഇത് തെങ്ങിന്റെ തടി തന്നെയാണ്. തെങ്ങിൻ തടി കൊണ്ടുണ്ടാക്കിയ ഒരു കസേരയാണിത്. എത്ര മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോ ആ വാക്ക് വന്ന ഉടനെ ഗുരുവിൽ നിന്ന് വന്ന മറുപടി എന്താണെന്നറിയാവോ? ഓഹോ കൊള്ളാമല്ലോ, വിശ്രമിക്കുമ്പോഴും കാല് തെങ്ങിൽ തന്നെ. ഒന്ന് അവിടെയും ഗുരു എന്താ ചെയ്തത്? ആ തെങ്ങിനോടുള്ള ഈഴവരുടെ ഒരു ആഭിമുഖ്യത്തെ ഗുരു പരിഹാസ രൂപത്തിൽ പറയുകയല്ലേ ചെയ്തത്. വിശ്രമിക്കുമ്പോഴും കാല് തെങ്ങിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ തെങ്ങിനെ തടി കൊണ്ടുണ്ടാക്കിയ കസേരയുടെ മഹത്വം പറഞ്ഞപ്പോൾ അവിടെയും ഗുരു ഫലിത രൂപത്തിലാണ് സംസാരിച്ചത്. ഇതുപോലെ നമ്മൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? കുസൃതി ചോദ്യങ്ങൾ ഉണ്ടാക്കിയതും ഒരുപക്ഷെ മഹാഗുരു തന്നെയായിരിക്കും. ലോട്ടറിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായണ ഗുരുദേവനാന്ന് പറയുന്നു. അതുപോലെ തന്നെ കഥാപ്രസംഗ കല, അതുപോലെ തന്നെ എന്താ ഇത് ഓഫല്ലേ വീഡിയോ എന്റെ കാര്യമാണോ? വീഡിയോ ഓണല്ലേ? അതുപോലെ തന്നെ എന്താ പറയുന്ന കുട്ടികളെ നമ്മളിപ്പോ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിർത്തി പഠിപ്പിക്കുന്നതല്ലേ, അതിന്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗുരുവിൽ നിന്നായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുക്കുക, അതൊക്കെ ഗുരു ചെയ്ത് കാണിക്കുകയും ചെയ്ത്. കുമാരനാശാനെ, അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനെ, സി കേശവനെ, ഇങ്ങനെ കുറെ പേരെ ഗുരു അങ്ങോട്ട് പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടരാജഗുരുവിനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനൊക്കെ ഗുരു പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗുരുവിൽ നിന്നാണ് ലോകം തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെയാണ് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ഒരിക്കലും ഇങ്ങനെ ഗുരുവിന് ചുറ്റും ഊണ് കഴിഞ്ഞ് ഗുരുവിന്റെ ശിഷ്യന്മാർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഗുരു ചെറിയൊരു ചോദ്യം അവരോട് ചോദിച്ചു, ഉണ്ടത് ദഹിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഗുരുവല്ലേ ചോദിച്ചത്. അപ്പൊ ചോദ്യം വലിയ ചോദ്യമാണ്, അതിൽ എന്ത് കാര്യമാണ്. അപ്പൊ ഓരോരുത്തരും അവരവന്റെ ഓരോ വലിയ അഭിപ്രായങ്ങളെ, ഇന്ന ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന പോലെ നടന്നാൽ മതി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഗുരു പറഞ്ഞ മറുപടിയാണേ, കടം തന്നയാളെ നേരിട്ടൊന്ന് കണ്ടാൽ മതിയെന്ന്, ഉണ്ടത് അപ്പോൾ ദഹിച്ചു പോക്കുമെന്ന്. അതൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ ആരും ചിന്തിച്ചില്ല അങ്ങനെ ഒരു മറുപടി. അവിടെയും ഗുരു ഫലിത രൂപത്തില് വാങ്ങിച്ച കൊടുക്കാതിരിക്കുന്ന ചിലരുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചതല്ലേ. നമ്മുടെ ചുറ്റും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. വാങ്ങിക്കാൻ നേരത്തെ വലിയ സ്നേഹമൊക്കെ വെച്ച് വാങ്ങിക്കും, അത് കഴിയുമ്പോൾ മുങ്ങി നടക്കും. അപ്പോൾ ഈ ഇവരെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു
അവസ്ഥയാണ് ഗുരു പറഞ്ഞ് പെട്ടെന്ന് ദഹിച്ചു പോകാൻ. നമുക്ക് ആരാണോ കടം തന്നത് അവരെ നമ്മൾ നേരിട്ടൊന്ന് കണ്ടാൽ മതിയെന്ന്. അതും ഗുരുവിന്റെ ഒരു വലിയ എന്താ പറയുക, ചെറിയ കാര്യം നമുക്ക് തോന്നും, എന്നാൽ അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണ രീതിയൊക്കെ എങ്ങനെയാ? നമ്മൾ മിക്കവാറും ആളുകളെ അനുകരിച്ച് വസ്ത്രം ധരിക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാ വസ്ത്രങ്ങളും എല്ലാവർക്കും അനുയോജ്യമായിരിക്കില്ല, അതൊന്നും ചിന്തിക്കത്തില്ല. അവരങ്ങനെയിട്ട് അപ്പൊ അതും ഞാനും അതുകൊണ്ട് ഇടണം എന്ന രീതിയിൽ നമ്മൾ വസ്ത്രധാരണ രീതി ചെയ്യാറുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരിക്കൽ തൃപ്പാദങ്ങളുടെ സമക്ഷം ഒരു വടക്കേ മലബാറിൽ നിന്നൊരു ഒരു വ്യക്തി കാണാൻ ചെന്നു. അദ്ദേഹം കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഞാനൊരു പരിഷ്കാരിയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതി കൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് ചെന്നത്. അപ്പൊ അത് വരുന്ന സമയത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗുരുവിന്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാഞ്ജലി എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗുരു പറഞ്ഞ ഈ ഒരു ഫലിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നു ഗുരുവിനെ കണ്ട് താണുവണങ്ങി സംസാരിച്ചു. സംസാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പോകാൻ നേരത്ത് കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോ കുറ്റിപ്പുഴയോട് ഗുരു പറഞ്ഞു, പാവം. ആദ്യം തന്നെ പറഞ്ഞു പാവം എന്നാ പറഞ്ഞത്. കാല് രണ്ടും ഉണ്ടെന്ന് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന്. ആദ്യം കുറ്റിപ്പുഴയ്ക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ ഗുരു ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ച് അപ്പോൾ ഗുരു അടുത്ത വരി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. മുണ്ടുടുത്തിരുന്നെങ്കിൽ കവര പോലെ ഇരിക്കുന്ന ആ കാല് കാണത്തില്ലായിരുന്നു. പാൻറ് ഇട്ടത് കൊണ്ട് എങ്ങനെയാ കവര പോലെ ഇരിക്കുന്ന ആ കാല് കാണാൻ സാധിച്ചെന്ന്. അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? നമ്മളൊക്കെ അനുകരണം, വേണ്ടതിനെ വേണ്ടതുപോലെയൊക്കെ അനുകരിക്കണം എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ചില ആളുകൾ ചില ഡ്രസ് ഇട്ട് പോകുമ്പോൾ നമുക്കും അങ്ങനെ തോന്നാറില്ലേ? അത് തന്നെ മറ്റൊരു രൂപത്തിൽ ഗുരു പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പാണ്ഡിത്യം, ചിലരൊക്കെ ഞാൻ വലിയ പണ്ഡിതനാണെന്ന ഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ ഒരിക്കലും ഒരാൾ ഗുരുവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എന്താ പറയുക, ഞാൻ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നയാളെ, ഞാൻ വലിയ പണ്ഡിതനാണെന്ന് ഗുരുവിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പോക്കറ്റിൽ ഒരു ഭഗവത്ഗീത ചെറുത് കാണത്തക്ക രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് ഗുരുവിനോട് കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ ഗുരു കാണത്തക്ക രീതിയിൽ ആ ഭഗവത്ഗീത അദ്ദേഹം ഒന്നുകൂടെ ഒന്ന് എടുത്തു വെച്ചപ്പം ഗുരു പറഞ്ഞു, കൊള്ളാം, വായിച്ചാൽ പോക്കറ്റ് പോകും എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഇത് എന്താ ഈ പറഞ്ഞത്? ഇത് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, അത് വായിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് പോകും എന്ന്. ഒന്ന് ഓർത്തു നോക്കിക്കേ. അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന്റെ പോക്കറ്റ് കീറിപ്പോകുന്ന. പക്ഷെ ഗുരു പറഞ്ഞ വാക്കിന് അർത്ഥം എന്തായിരുന്നു? പോക്കറ്റ് പോകും. ഈ അറിവ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? ജനനവും മരണവും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക്, ആ മുക്തിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും എന്ന രീതിയിലാണ് ഗുരു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവ് എപ്പോഴും എങ്ങനെയായിരിക്കണം? നമ്മുടെ അറിവ് മറ്റുള്ളവരുടെ പ്രദർശനത്തിന് വേണ്ടി ആയിരിക്കല്, നമ്മളെ സ്വയം ഉയർത്താൻ വേണ്ടി ആയിരിക്കണം എന്നാണ് ഗുരു ആ എന്താ പറഞ്ഞ ഡംബ് കാണിച്ചു വന്ന മനുഷ്യനോട് ഇവിടെ നമുക്ക് നൽകുന്ന ഒരു മറുപടി. അതുപോലെ തന്നെ പഴമ്പള്ളി അച്യുതൻ എന്ന് പറയുന്ന ഗുരുവിന്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യനും അദ്ദേഹം ഒരു കവിത എഴുതി, ആത്മാർപ്പണം എന്ന് പറഞ്ഞ കവിത. ആ കവിത എഴുതിയതിനു ശേഷം ഗുരുവിനെ ചൊല്ലി കേൾപ്പിച്ചു. ആ ചൊല്ലി കേൾപ്പിച്ചു കഴിയുമ്പോൾ ഗുരു കൂടെ നിന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താണ് ഈ കവിത കേട്ടതിന് ശേഷമുള്ള അഭിപ്രായമെന്ന്. നമ്മളിൽ ചിലരുണ്ട്, എത്ര നല്ലത് കണ്ടാലും അതിനെ നല്ലതെന്ന് പറയാൻ വലിയ പാടാ, എന്തെങ്കിലും ഒരു കുറവ് ആദ്യം പറയും. അപ്പോൾ ഒരാൾ പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് നല്ല പാണ്ഡിത്യമുണ്ട് ആ കവിതയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ശരിയാണ്, മഹോപാധ്യായം പാസ്സായ ആളല്ലേ, പാണ്ഡിത്യം ഉണ്ടാകുമല്ലോ എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിനെ ഭഗവാനും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പഴമ്പള്ളിക്ക് ഒരു സന്തോഷവും വന്നു. ശരിയല്ലേ? അപ്പോൾ വേറൊരു ശിഷ്യൻ ഉടനെ ഒരു അഭിപ്രായം പറയുകയാണ് ചെയ്യുന്നത്, കുറെ കൂടി പാകത വരാനുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഗുരുവിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഉടനെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞ മറുപടിയാണ്, ആ ശിഷ്യനോട് ഇപ്രകാരമാണ് പറഞ്ഞത്, അഭിപ്രായം പറയാനാണോ അതോ കവിത എഴുതാനാണോ എന്ന്. അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? എത്ര മനോഹരമായ ഒരു കാവ്യമാണ് പഴമ്പള്ളി എഴുതിയതെങ്കിലും അതിനെ വിമർശിച്ച് സംസാരിച്ച ആളോട്
എന്നാൽ ഫലിതം ഉണ്ട് താനും, അതിൽ കാർക്കശ്യമായ ഒരു ശാസനയുമുണ്ട്. അനാവശ്യമായി മറ്റുള്ളവരെ വിമർശിക്കരുതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു എന്താ പറയുക തത്വം കൂടെയാണത്. സാധാരണ ഒരു വ്യക്തിയോട് ഗുരു പറയുന്ന കാര്യങ്ങളിൽ ലോകത്തിലുള്ള സകല മനുഷ്യരോടും പറയുകയാണ് ചെയ്യുന്നത്. എത്ര നല്ലത് കണ്ടാലും അതിനെ നല്ലതെന്ന് പറയാതെ അതിനെ പുഴുക്കത്തിനെ മാത്രം എടുത്തു കാണിക്കുന്ന മനുഷ്യന് ഗുരു നൽകുന്ന ഒരു മറുപടിയാണ്. അദ്ദേഹത്തോട് ആ നിമിഷം തന്നെയല്ലേ മഹാഗുരു മറുപടി പറയുന്നത്, പാകത വരേണ്ടത് കവിത എഴുതാനാണോ അതോ അഭിപ്രായം പറയാനാണോ എന്ന്. അപ്പോൾ കേട്ടയാൾക്ക് മനസ്സിലായി ഗുരു എന്താണ് അർത്ഥമാക്കിയെന്ന്. ഗുരുദേവൻ കൊള്ളാം എന്ന് മാത്രമാണ് അതിന് മറുപടി നൽകിയത്. ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും അനുകരണം ഉണ്ടല്ലേ. ഇപ്പൊ ഇത്രയും പറഞ്ഞതല്ല അനുകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. വലിയൊരു അനുകരണം നടന്നത് നമ്മുടെ പള്ളത്തിരാമൻ എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്. മഹാഗുരുവിന്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യനാണ്. അദ്ദേഹം മിശ്രകാന്തി എന്ന് പറയുന്ന ഒരു കവിത രചിച്ചു. കവിത രചിച്ചു കഴിഞ്ഞപ്പോൾ കുമാരനാശാൻ നായകന്മാരെയൊക്കെ പുലയനെയും നായകനാക്കി, അതുപോലെ അന്തർജനത്തിനെ നായികയാക്കിയൊക്കെ ഒരു കവിതയൊക്കെ രചിച്ചു കഴിഞ്ഞപ്പോൾ ദുരവസ്ഥ നമുക്കറിയാം. കുമാരനാശാന്റെ കാവ്യങ്ങളിലെ നായികന്മാരെയൊക്കെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മുടെ പള്ളത്തിരാമൻ ആ കവിതയിൽ എന്ത് ചെയ്തെന്നറിയാമോ? മിശ്രകാന്തി എന്ന് പറഞ്ഞ കവിതയിൽ നായികയെ മുക്കുവത്തിയാക്കി. ഒരു മുക്കുവത്തി നായികയും അതുപോലെ തന്നെ നായകൻ ഈഴവനുമായിരുന്നു. ഗുരുവിനെ കവിത വായിച്ചു കേൾപ്പിച്ചു. ഗുരു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അദ്ദേഹം ഓർത്തു നല്ലതാണല്ലോ അഭിപ്രായം എന്ന്. അപ്പോൾ വരുന്ന ഗുരുവിന്റെ അടുത്ത മറുപടി, മീനും കള്ളും നന്നായിട്ട് ചേരുമെന്ന്. ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മള് മറ്റൊരാൾ ചെയ്യുന്നതിനെ അപ്പടി അനുകരിക്കുമ്പോൾ അതിനെ ഫലിത രൂപത്തിൽ ഗുരു വേണ്ടെന്ന് പറയും. ഇതുപോലെ തന്നെ മഹാഗുരു വലിയൊരു സന്ദേശം, ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് പറയാം. കാരണം ഗുരുവിന്റെ സന്ദേശങ്ങളെ ലോകത്ത് മുഴുവൻ എത്തിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നടരാജഗുരുവിന് ഇങ്ങനെ ഒരു അനുകരണശീലം വന്നായിരുന്നു. ഗീതാഞ്ജലിയൊക്കെ വായിച്ചു കേട്ട് തനിക്കും അതുപോലെ കാവ്യങ്ങളൊക്കെ എഴുതണം എന്നൊരു ചിന്ത നടരാജഗുരുവിലും ഉണ്ടായി. അദ്ദേഹം ശിവഗിരി അന്തേവാസിയായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഗീതാഞ്ജലി ഒക്കെ എഴുതുന്നത് പോലെ അദ്ദേഹം ചെറുതായിട്ട് കവിതയൊക്കെ എഴുതാൻ തുടങ്ങി. അതിലൊരു ഭയങ്കര ഭ്രമമുണ്ടായി. കാരണം ഓരോ ശ്വാസത്തിലും യുക്തിയും സയൻസും അരച്ച് കലക്കി കുടിച്ച വ്യക്തിയാന്ന് ഓർത്തോണം. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? ഗീതാഞ്ജലി പോലെ അനുകരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഗുരു നടരാജഗുരുവിനെ കുറിച്ച് ഗീതാഞ്ജലി വായിച്ചു കേട്ടു. ഒന്ന് വായിക്കാൻ പറഞ്ഞ് അത് വായിച്ചു കേട്ടിട്ട് തമ്പിയോട് പറയാണ് ഗുരു തമ്പി എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നത്. തമ്പി, ഇതൊരു കടങ്കഥ പോലെ ഇരിക്കുന്നു അല്ലേ, തമ്പി ഇതുപോലെ എഴുതരുതെന്ന്. നടരാജഗുരു നൽകിയ ഒരൊറ്റ വാക്കാണത്. തമ്പി, ഇതൊരു കടങ്കഥ പോലെയാണ് ഇരിക്കുന്നത്, തമ്പി ഇതുപോലെ എഴുതരുതെന്ന്. നടരാജഗുരുവിന് മനസ്സിലായി താൻ എന്താണോ ചെയ്തത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സന്ദർഭം ഗുരു ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് വരെ താൻ എഴുതി കൂട്ടിയത് മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇത് നമ്മളോട് എല്ലാവരോടും പറയുന്നതാണ്. നമുക്ക് എന്തൊക്കെയാ, എല്ലാവർക്കും ഒരേ കഴിവല്ല, പലർക്കും പല കഴിവാണ്. നമ്മൾക്ക് എന്താണോ കഴിവുള്ളത് അതിനെ നമ്മൾ പ്രോജ്വലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് സമൂഹത്തിന് നമുക്കും ഗുണകരമായ രീതിയിൽ നമുക്കത് വിനിയോഗിക്കാൻ സാധിക്കുന്നത്. അതൊക്കെ ഗുരുവിന്റെ ശിഷ്യന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയ തത്വം തന്നെയാണ്. അതുപോലെ കുറച്ച് കുട്ടികൾ ഒരിക്കൽ ഗുരുവിനെ കാണാൻ ചെന്നു. ആ കുട്ടി, നമ്മളൊക്കെ പുരാണം എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതിലെ യുക്തിയെ മനസ്സിലാക്കാതെ, അതിലെ ജ്ഞാനത്തെ മനസ്സിലാക്കാതെ അതിനെ കഥ രൂപത്തിൽ അതിലെ അന്തർലീനമായിരിക്കുന്ന അതിന്റെ ഗുണത്തെ എന്താണോ അത് നമ്മൾ മനസ്സിലാക്കത്തില്ല ഒരിക്കലും. ഈ കുട്ടികൾ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരുസ്വാമി, പുരാണങ്ങളിൽ പറയുന്നുണ്ടല്ലോ അനന്തന്റെ ശിരസിലാണല്ലോ അല്ലെങ്കിൽ അനന്തനാണല്ലോ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്ന്. നോർത്തോണം, സയൻസ് ഒക്കെ പഠിച്ച കുട്ടികളാ ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഗുരു ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ സയൻസ് എന്താ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞ്, ഈ ഭൂഗോളത്തെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചു നിന്ന ഒരു അനന്തമായ ശക്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അനന്തന്റെ ശിരസിലാണ് ഭൂമി ഇരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അത് അനന്തമായ ഒരു ശക്തിയാണ് എന്ന് വിചാരിച്ചാലും മതിയില്ലേന്ന്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, മുത്തുച്ചിപ്പിയിൽ എപ്രകാരമാണോ മുത്തുണ്ടാകുന്നത് എന്ന് നടരാജഗുരുവിന് പറഞ്ഞു കൊടുത്തതല്ലേ.
സ്വാതി നക്ഷത്രത്തിൽ ഒരു തുള്ളി വെള്ളം ആ മുത്തുച്ചിപ്പിക്കകത്ത് വീഴുകയും അത് മുത്തായി തീരുകയും ചെയ്യുമെന്ന് നടരാജഗുരു പറഞ്ഞപ്പോൾ നടരാജഗുരുവിനോട് എന്താ മറുപടി പറഞ്ഞത്? തമ്പി, അതിന്റെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ടാകുന്നത് പോലെ മുത്തുണ്ടായി എന്ന് വിചാരിച്ചാൽ മതിയില്ലേ? എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നടക്കുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടുണ്ട്? നടരാജഗുരുവിനോടും പറഞ്ഞു. അത് തന്നെയാണ് ഈ കുട്ടികളോടും പറഞ്ഞു കൊടുത്തത്. അനന്തമായ ഒരു ശക്തിയാണ് ഈ ഭൂമിയെ താങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആലിമുട്ടി ചാന്നാർക്ക് ഗുരു വലിയ ഒരു ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല, അല്ലെ? ആരെ ഉപദേശം നമുക്ക് നന്നാവുമോ? ഒരാൾക്ക് ഒരാളെ ഉപദേശം നന്നാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗുരു കൂടുതലും ഉപദേശങ്ങൾക്കാൾ കൂടുതൽ ആ സാന്ദർഭികമായ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഗുരു ഓരോ വാക്കുകൾ പറയുകയും ആ വാക്കിലൂടെ അതിൽ അന്തർലീനമായിരിക്കുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന അവരിൽ മാറ്റം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആലിമൂട്ടി ചാന്നാർക്ക് ഒരു വലിയ വിചാരമുണ്ട്. താൻ വലിയ കേമനാണ്, താൻ വലിയ സമ്പത്തുള്ളവനാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. അദ്ദേഹം ആ ആലിമൂട്ടി ചാന്നാറിന്റെ വീട്ടിൽ എഴുന്നള്ളുന്ന സമയത്ത് എല്ലാവരോടും പറയും, ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, ഗുരുസ്വാമി എഴുന്നള്ളുന്ന സമയമാണെന്ന് പറയും. അപ്പോൾ അതിനെ ഒന്ന് തടയിടാൻ വേണ്ടി ഗുരു ഒരിക്കൽ ആലിമുട്ടി ചാന്നാരോട് പറയുന്നു, ഒരു ഫലിത രൂപത്തിൽ പറയുന്നുണ്ട്, ചാന്നാറുടെ വിചാരം ഈ മേട ചാന്നാറുടെയാണെന്നാ, പക്ഷേ പ്രാവുകളുടെ വിചാരം അത് അവരുടെ മേടയാണെന്നാ. കാരണം ആളുകളെ അടക്കി നിർത്താൻ നമുക്ക് സാധിക്കും, മിണ്ടരുത് ഗുരു വരുന്നുണ്ടെന്ന് പറയാം. എന്നാൽ പ്രാവുകളെ അടക്കിയിരുത്താൻ പറ്റുമോ? പറ്റത്തില്ല, അത് സ്വയമാണ് അടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ എല്ലാം സ്വന്തമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളൊരു വീടുണ്ടാക്കി അത് നമ്മുടെ വീടാണെന്ന് നമ്മുടെ വിചാരം. പക്ഷെ ആ വീട്ടിൽ നമ്മളെ കൂടാതെ എത്രയോ ആളുകൾ താമസിക്കുന്നുണ്ടല്ലേ? പാറ്റായും പല്ലിയും നമ്മളതിനെയൊക്കെ ഓടിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ ഇത് എല്ലാവരുടെയും കൂടെയാണ് എന്നൊരു ബോധം ആർക്ക് കൊടുക്കുകയോ ചെയ്യുന്ന ആലിമുട്ടി ചാന്നാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർപ്പം തുള്ളല് ആലിമുട്ടി ചാന്നാരുടെ കുടുംബത്തിൽ നടന്ന ഒരു ആചാരമായിരുന്നു. അവിടെ മാത്രമല്ല, ഒരു നൂറ്റാണ്ടിന് മുന്നേ കേരളം മുഴുവൻ അങ്ങനെ ഒരു ആചാരം നടന്നിരുന്നാൽ എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സർപ്പം തുള്ളല്. ആ സർപ്പം തുള്ളല് അനാവശ്യമാണ് എന്ന് വലിയൊരു സന്ദേശത്തിലൂടെ വലിയൊരു സംസാരത്തിലൂടെ പറഞ്ഞ ഒരു പ്രസംഗത്തിലൂടെ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അത് നടത്തുന്നവർക്കും മനസ്സിലാകത്തില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാകത്തില്ല. അവിടെ ഗുരു നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്. ആ ആലിമൂട്ടിൽ ഭവനത്തിൽ ഈ വലിയ രീതിയിൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സർപ്പം തുള്ളൽ നടക്കുകയും ചെയ്യുന്ന സർപ്പം തുള്ളൽ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം തുള്ളുന്ന സമയത്തും തെങ്ങിന്റെ പൂക്കില, അതുപോലെ കവുങ്ങിന്റെ പൂക്കില ഇത് തുള്ളുന്നവർക്ക് എടുത്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇളനീര്, കരിക്കും വെള്ളം അവരുടെ തലയിൽ ഒഴിച്ചു കൊടുക്കണം. തല ചൂടാകാതിരിക്കാൻ അവരുടെ തലയിൽ കരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കുറെ നേരം ഇത് നോക്കി നിന്നിട്ട് ആലിമുട്ടി ചാന്നാരോട് പറയും, ഓരോ പ്രാവശ്യം തുള്ളിക്കഴിഞ്ഞിട്ട് ഈ പൂക്കിലെ എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. വലിച്ചെറിയുമ്പം പുതിയത് പിന്നെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാന്നാരോട് പറഞ്ഞ്, എന്തിനാണ് വലിച്ചെറിഞ്ഞ പൂക്കുല തന്നെ എടുത്ത് കൊടുത്താൽ മതിയില്ലേ എന്ന് ചോദിക്കും. പുതിയത് എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആലിമുട്ടി ചാന്നാര് പറഞ്ഞു, അയ്യോ എറിഞ്ഞത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവര് എടുക്കത്തില്ലെന്ന് പറഞ്ഞു, തുള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു വന്ന്, ചാന്നാരൊന്ന് എടുത്ത് കൊടുത്തു നോക്ക്. നമ്മൾ എല്ലാ കാര്യവും നമ്മളിങ്ങനെയല്ലേ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുകയോ ചെയ്യുന്നത്. നമ്മൾ പിന്നൊന്നും അതിന് മുന്നിൽ ഒരു ചിന്തയോ ഒരു പ്രവർത്തനം ഒന്നും നമുക്കില്ല. നമ്മൾ അങ്ങനെ ഒരു അറിവേ ഇല്ല. അതിനാണ് ആലിമുട്ടി ചാന്നാര് പറയാൻ, എറിഞ്ഞതൊന്ന് എടുത്ത് കൊടുത്തു നോക്കാൻ പറഞ്ഞു. ഗുരുവല്ലേ പറഞ്ഞത്? ആലിമുട്ടി ചാന്നാര് ആ എറിഞ്ഞത് എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് അത് ഇങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. അപ്പൊ ഗുരു പറഞ്ഞു, ആഹാ തുള്ളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എറിഞ്ഞ സാധനം എടുത്ത് കൊടുത്തപ്പം ചാന്നാര് വല്ല ഗമയില് പറഞ്ഞു, ഞാനെടുത്ത് കൊടുത്തോണ്ടാണ് അത് തുള്ളുന്നെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, കൊള്ളാം, ചാന്നാര് എന്ത് കൊടുത്താലും തുള്ളുന്നവര് തുള്ളും. അപ്പോൾ ഇനി മുതൽ എന്താ ചെയ്യേണ്ടതെന്ന്, തുള്ളാൻ നേരത്ത് ഇങ്ങനെ തെങ്ങിന്റെ പൂക്കിലെയും കവുങ്ങിന്റെ പൂക്കിലെയും കൊടുക്കല്ലേ. കാരണം അതൊക്കെ നമുക്ക് വിളവ് തരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളതാണ്. വെല്ലോ മാവിന്റെ ഇലയോ ഒക്കെ വെല്ലം കൊടുത്താൽ മതി തുള്ളാൻ നേരത്ത്, അവര് തുള്ളിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ചാന്നാർക്ക് മനസ്സിലായെത്താൻ എത്ര വലിയ അബദ്ധമാണ് ചെയ്തതെന്ന്. ആ ഒരു തിരിച്ചറിവുണ്ടായി. അതിനുശേഷം അവിടെ ആ ഒരു പ്രാവശ്യത്തിൽ മാത്രമേ ഉള്ളൂ സർപ്പം തുള്ളൽ നടന്നിട്ടുള്ളൂ. പിന്നെ ഒരിക്കലും ആ വീട്ടില് സർപ്പം തുള്ളൽ നടത്തിയിരുന്നില്ല. അവിടെ ഗുരു വലിയൊരു പ്രസംഗമോ വലിയൊരു വേദാന്തമോ ഒക്കെ പറഞ്ഞില്ല. ഒരുപക്ഷെ ചാന്നാർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ലായിരിക്കും. അവിടെ ഭംഗി മൂലം ഫലിത രൂപത്തില്
ചാന്നാർ എന്ത് കൊടുത്താലും തുള്ളുമെങ്കിൽ ഇതിനകത്തൊക്കെ ഒരു അർത്ഥമില്ലായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ സർപ്പം തുള്ളലൊന്നും കാണാറില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ തുമ്പി തുള്ളുമായിരുന്നു. ഇന്നുള്ള പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെയൊക്കെ പ്രായമുള്ളവർക്ക് അല്ലേ ഇത് മനസ്സിലാക്കാൻ തുമ്പി തുള്ളലും ഒക്കെ ഓണത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് പാടുന്നതനുസരിച്ചിരുന്ന് ഇതൊക്കെ മുഖം അടച്ചു പിടിച്ച് തുള്ളത്തില്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ സർപ്പം തുള്ളല് ഗുരു അവിടെ നിർത്തിയത്. അതുപോലെ തന്നെ ഒരിക്കൽ ഗുരു ഒരു ഭക്തഭവനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് വലിയ ആഘോഷവും ബഹളവും ഒക്കെ കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഗുരു ചോദിച്ച് എന്താ അവിടെ വലിയ ബഹളം നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു കാവുണ്ട്, ഒരു ദേവീ ക്ഷേത്രമാണ്, അവിടെ കോഴി വെട്ടുണ്ട്, ചാത്തന് കോഴിയെ വെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞ് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, തിന്നാത്ത ദൈവത്തിന്റെ പേരിൽ കോഴിയെ വെട്ടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അയ്യോ സ്വാമി, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ കോഴിയെ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ചാത്തൻ കോപിക്കുമെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ചാത്തന്റെ കാര്യം നാം ഏറ്റ് ചാത്തൻ മേസ്ത്രിയുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. അപ്പൊ ചാത്തൻ മേസ്ത്രി എന്ന് പറയുന്ന ആ വെളിച്ചപ്പാടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോഴിയെ വെട്ടുമ്പോൾ ഈ കോഴിയെ കൊണ്ട് പോകുന്നതും അതിനെ കൊണ്ട് വിൽക്കുന്നതും അതിനെ കൊണ്ട് വേവിച്ച് തിന്നുന്നതും ഒക്കെ ഈ ചാത്തൻ മേസ്ത്രിയാണ്. അപ്പോൾ ഗുരു ഫലിത രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞത് ചാത്തന്റെ കാര്യം നാം ഏറ്റ് ചാത്തൻ മേസ്ത്രിയുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. ചാത്തൻ മേസ്ത്രിയുടെ കാര്യം പറഞ്ഞപ്പം ചാത്തൻ മേസ്ത്രിക്ക് കാര്യം മനസ്സിലായി. ഒന്ന് ഓർത്തു നോക്കിയ ഗുരു അവിടെ ഒരു വലിയ വേദാന്തം പറയുക, ഇതിനെക്കുറിച്ച് എന്റെ വരുംപരാഴിയെ കുറിച്ച് വലിയൊരു വേദാന്തം പറഞ്ഞതിന് ഒരു പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും. ഒരു ഫലിത രൂപത്തിൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്, അവരവിടെ നിന്ന് എന്നേക്കുമായി കോഴി വെട്ട് നിർത്തലാക്കുകയാണ് ചെയ്തത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗുരുവിന്റെ അടുത്ത് ഒരു തുള്ളക്കാരൻ വരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വീണ്ടും പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ഓർമ്മയിൽ നമുക്ക് ഉറയ്ക്കാൻ സാധിക്കും. ഗുരുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് വലിയ പരീക്ഷണം ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തുള്ളൽ നടത്തി. ഈ തുള്ളൽ നടത്തിയപ്പോൾ ഗുരു എന്ത് ചോദിച്ചെന്നറിയാമോ, ചോദിച്ചു എന്താ പരീക്ഷ വല്ലതും കാണണമോ എന്ന് ചോദിച്ചു. കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പഠനം പറഞ്ഞു കണ്ടിട്ടൊരു തടിമാടനാണെന്ന് തോന്നുന്നുണ്ട്, പരീക്ഷ കാണണോന്ന് ചോദിച്ചു. കാരണം ഫലിത രൂപത്തിലല്ലേ ഗുരു പറഞ്ഞ തടിമാടനാണെന്ന് പറഞ്ഞത്. പരീക്ഷ വല്ലതും കാണുമെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു ആ വായിൽ 2 പല്ല് കണ്ടാ കൊള്ളാന്ന് പറഞ്ഞു. ആ ചോദിച്ചയാളും ആ കുടുകൂടെ ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് വലിയ ഫലിതമായിട്ട് തോന്നത്തില്ലായിരിക്കും അല്ലെ. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഫലിതം തന്നെയായിരുന്നത്. തീർച്ചയായിട്ടും വൈഖരിയില് നമ്മുടെ ടി ഭാസ്കരൻ സാർ എഴുതി വച്ചിരിക്കുന്ന ഗുരു ഫലിതത്തിലെ ഒരു വലിയ ഫലിതം തന്നെയാണത്. അതുപോലെ നമ്മളിലെ ചില അറിവുകളിലെ തരുന്ന കാര്യം ഇനി നമുക്ക് പറയാം. ഇത്ര നേരം ചെറിയ ചെറിയ തമാശകളല്ലേ പറഞ്ഞത്. അത് ഒരിക്കലും ആലുവ സംസ്കൃത പാഠശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുന്നശ്ശേരി നമ്പി നീലകണ്ഠൻ ശർമ്മ എന്ന് പറയുന്ന ആള് ഒരു പ്രസംഗം നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ പറയും ഞാനാണ് വലുത്, എൻ്റെ മതമാണ് വലുത്, എൻ്റെ ദൈവമാണ് വലുതെന്ന് പറയും. അന്നും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇദ്ദേഹം അത്ര വലിയ പണ്ഡിതനായിരുന്നു, സംസ്കൃതത്തിലൊക്കെ അപാരമായ ജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഗുരുവില് നല്ല ഭക്തിയുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഈ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ആ ഉദ്ഘാടന സമ്മേളനത്തിൽ, സംസ്കൃത പാഠശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇപ്രകാരം ഒരു പ്രസംഗം നടത്തി. ബ്രഹ്മാവിന്റെ നാവിൽ നിന്ന് ആദ്യം വന്നത് തപ എന്ന വാക്കാണ്. അത് സംസ്കൃതമായതുകൊണ്ട് ഈ ലോകത്തിൽ ആദ്യമായി ഉണ്ടായ ഭാഷ സംസ്കൃത ഭാഷയാണെന്ന് അദ്ദേഹം ഒരു പ്രസംഗം വെച്ച് കാച്ചി. എല്ലാവരും ഇത് കേട്ടിരുന്നു. നമ്മുടെ യുക്തിവാദികളെ തലതൊട്ടപ്പനായ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ തൃപാദങ്ങളോട് ചോദിച്ചു, നമ്പി നീലകണ്ഠ ശർമ്മ ഇപ്രകാരം ഒരു പ്രസംഗം നടത്തിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു നൽകിയ മറുപടിയാണ് അവർ ഇപ്പോഴും തപ തപ എന്ന് തന്നെയാണെന്ന്. ഇത് മനസ്സിലാക്കേണ്ടത്. അതിനെ ഒന്നും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഗുരു പറയുന്നുണ്ട്, ബ്രഹ്മാവിന് സംസ്കൃത ഭാഷയും യഹോവയ്ക്ക് എബ്രായ ഭാഷയും മാത്രമേ വശമുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും തപതപ എന്ന് തന്നെയാണ്. വലിയ യുക്തിവാദി ായ ശങ്കരാചാര്യർ പോലും വേദത്തിൽ പ്രമാണം കിട്ടിയതിന് ശേഷം അതിനപ്പുറത്തോട്ട് ചിന്തിച്ചില്ലല്ലോ എന്ന് സഹോദരൻ അയ്യപ്പനോട് ഈ അവസാനത്തിൽ നൽകുന്ന ഒരു മറുപടിയാണ് ഗുരുവിന്റെ. അപ്പോൾ ഇപ്രകാരം നമ്മുടെ നമുക്ക് കൂടുതൽ ആഴത്തിൽ
ചിന്തിക്കാൻ വേണ്ടി, ബാഹ്യമായ ചിന്തകൾക്കപ്പുറം ആഴമത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഗുരു നമ്മെ എപ്പോഴും ഓരോ വാക്കിലൂടെയും ഗുരു നമ്മളെ ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം, നമ്മളൊക്കെ എപ്പോഴും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളോട് ഒരു സംവാദം നടത്തുന്ന സമയത്ത് എതിരാളിയോ തോൽപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ എതിരാളിയെ ഒന്ന് അമർച്ച ചെയ്യുമ്പോൾ എതിരാളി പരാജയം അടയുകയാണ് ചെയ്യുന്നത്. ആ ഒരു തന്ത്രം അത് അങ്ങനെ തന്നെ നമുക്ക് പറയാം. അതിനെ എത്ര നമ്മൾ വെള്ളപൂശാൻ നോക്കിയാലും മഹാത്മാഗാന്ധിക്ക് ഗുരുവിനോട് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഒരിക്കലും അതായിരുന്നില്ല. ഓർക്കുന്നുണ്ടാ? ഗുരുവിനോട് ആദ്യം കണ്ടപ്പം ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചത്? ഗുരുസ്വാമികൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിലെ യുക്തിഭദ്രത, ആ ചോദ്യത്തിന്റെ എന്ത് നിരർത്ഥമായ ഒരു ചോദ്യം ചോദിച്ചത്. കാരണം സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനം ഉപയോഗിക്കണ എപ്പോഴും കൈത്തറി വസ്ത്രത്തെക്കുറിച്ചും അങ്ങനെ എല്ലാം പറയുന്ന ഒരാള് ഗുരുവിനോട് ഒരുപക്ഷെ ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഗുരുവിനോട് ചോദിച്ച ഗുരുവിന് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചത്. അവിടെ ഗാന്ധിജി ഭഗവത്ഗീത എപ്പോഴും നെഞ്ചോടി ചേർത്ത് താനൊരു സനാതന ഹിന്ദുവാണെന്ന് പറയുന്ന ആ ഗാന്ധിജി ആ ഹിന്ദു മതത്തിലെ വേണ്ടാത്തതിനെ മാറ്റാനുള്ള ഒരു ആർജവമില്ലായിരുന്നു. അങ്ങനെ ഒരു ആർജവം ഉണ്ടാക്കി കൊടുത്തത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കി മാറ്റാൻ മഹാഗുരുവിന്റെ അമൃതവാണികൾക്ക് ശക്തി ഉണ്ടായിരുന്നു. തൃപ്പാദങ്ങൾ അതിന് തിരിച്ചൊരു മറുചോദ്യമാണ് ചോദിച്ചത്. മഹാത്മജി, അവിടത്തേക്ക് സംസ്കൃതം അറിയാവോന്ന്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഭാരതത്തിന്റെ പൗരാണിക ഗ്രന്ഥങ്ങള്, ആർഷഭാരത സംസ്കൃതി, അവിടുത്തെ അടിസ്ഥാന ഭാഷ സംസ്കൃതമായിരിക്കുമ്പോൾ ആ ഭാഷ അറിയാൻ വയ്യാത്ത ഗാന്ധിജിയാണ് ഗുരുവിനോട് ചോദിക്കുന്ന ഗുരുദേവ, അവിടത്തേക്ക് ഏത് ഭാഷ അറിയാവോന്ന്, ഇംഗ്ലീഷ് ഭാഷ അറിയാവോ എന്ന് ചോദിക്കുന്നത്. അവിടെയും ഗാന്ധിജിക്ക് വേണ്ട ഒരു ജ്ഞാനം ഗാന്ധിജിയുടെ ഉള്ളിലേക്ക് നൽകാൻ ഗുരുവിന്റെ വാക്കുകൾക്ക് ശക്തി നൽകിയിരുന്നു. ആ സംഭാഷണത്തിൽ ഉടനീളം ഗാന്ധിജി എന്താണോ ഇന്നലകളിൽ വരെ മനസ്സിലാക്കി വെച്ച ജാതി എന്താണ്, മതം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു മറുപടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നൽകുന്നുണ്ട്. ഒരു വലിയ അറിവും കൊണ്ടാണ് മഹാത്മാഗാന്ധി ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന് ഹരിജൻ എന്ന് പേര് നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ഐത്തോച്ചാടനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അജണ്ടയായി സ്വീകരിക്കുന്നത് ഒക്കെ മഹാഗുരുവിനോടുള്ള ആ സംവാദത്തിന് ശേഷമാണ്. വളരെ സുദീർഘമായ ഒരു സംഭാഷണമാണ് അവിടെ നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രായമുള്ള ആളുകൾ, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അതൊക്കെ വളരെ മോശമാണെന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ആ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് ഞാൻ ഓർമ്മയില്ല, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഒരു കാർന്നോരെ മഹാഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഉള്ള കുട്ടികൾക്കെല്ലാം വലിയ ഫാഷനായി, വളരെ പരിഷ്കാരം വന്നിട്ട് തന്നെത്താനാണ് ക്ഷൗരം ചെയ്യുന്നതെന്ന്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വാത്തി വരത്തില്ലെന്ന് വന്ന് മുടി വെട്ടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ മുടിയൊക്കെ വെട്ടാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന മുടിയൊക്കെ വെട്ടി, ഞങ്ങളുടെ രണ്ടുപേരുടെയും മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയൊക്കെ പിള്ളേർക്ക് പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ അന്ന് തന്നെത്താൻ മുടി വെട്ടുക, ക്ഷൗരം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ കാര്യമായിട്ടായിരുന്നത്. അപ്പോൾ ഒരു പരിഷ്കാരമൊക്കെ ആയിക്കഴിയുമ്പോൾ ചെറുപ്പക്കാരെങ്ങനെ അവരുടെ ഇഷ്ടത്തിന് തന്നെത്താന് ക്ഷൗരം ചെയ്യാൻ തുടങ്ങി. എന്നാൽ പ്രായമായ ആളുകൾക്ക് അതൊരു ഇഷ്ടം വന്നില്ല. അതിന് ഗുരുവിനോടൊന്ന് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് മാറ്റണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, ശൗചം ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശൗചം ചെയ്യാൻ വല്ലവരെ ഏൽപ്പിക്കാൻ നമ്മൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. ഈ ശൗചം ചെയ്യുന്നതിനേക്കാൾ മ്ലേച്ഛമാണോ ക്ഷൗരം ചെയ്യുന്നത് എന്ന് ഈ കാർന്നവരോട് പറയുന്നത്. അതിനകത്ത് ഫലിതമുണ്ട്, യുക്തിയുണ്ട്, ഒരു തിരിച്ചറിവൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവനവന്റെ കാര്യം അവനവൻ തന്നെ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഗുരുവിൻ്റെ അടുത്ത് ഒരു വിദ്വാൻ വന്നിട്ട് യോഗയിലെ പല ഗുണങ്ങൾ, യോഗ ചെയ്താൽ ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതെല്ലാം ഗുരു കേട്ടതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ്, ഇങ്ങനെയൊക്കെ യോഗ ചെയ്യുമ്പോൾ രാവിലെ നല്ല രീതിയിൽ വയറ്റിന്ന് പോവും, അതിനൊക്കെ നല്ല ഉപാധിയാന്ന് പറഞ്ഞു യോഗ ചെയ്യുന്നത്.
ഇത് പറഞ്ഞപ്പം ഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചേ, അതിന് ഇത്ര വലിയ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ചൂടുവെള്ളത്തിൽ അല്പം ആവണക്കെണ്ണ കഴിച്ചാൽ മതിയല്ലോ എന്ന് വെച്ച് യോഗ ചെയ്ത് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന്. അപ്പൊ ചില കാര്യങ്ങളിലെ യുക്തിയില്ലാത്ത സംസാരങ്ങൾക്ക് ഗുരു അപ്പം തന്നെ മറുപടി നൽകാറുണ്ട്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഒരിക്കൽ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഇതുപോലെ ഒരു ഭക്തന് ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം 12 കൊല്ലത്തെ പരിശ്രമം യോഗയിലൂടെ സാധനയിലൂടെ അദ്ദേഹത്തിന് വെള്ളത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന്. ശ്രീരാമകൃഷ്ണ പരമഹംസരും ആ പറഞ്ഞ ഭക്തനോട് പറഞ്ഞ മറുപടി ഇത്രയാണ്: 12 കൊല്ലം കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ട്, 2 അണ ആ കടത്തുകാരന് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ കൂടി സുഗമമായിട്ട് എവിടെ ചെല്ലാൻ പറ്റും? അക്കരയ്ക്ക് ചെല്ലാൻ സാധിക്കുമല്ലോ എന്ന്. ഇപ്രകാരമാണ് യോഗികളുടെ മറുപടികൾ. അത് കേൾക്കുന്നവനില് അവന്റെ ബുദ്ധിയെ ഉണർത്തും, അവന്റെ ചിന്താധാരകൾക്ക് മാറ്റം ഉണ്ടാക്കും. ഇങ്ങനെ അവനിൽ അടിസ്ഥാനമായ ഗുണങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് അവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, അല്പം സാമ്പത്തികമായിട്ട് ഭദ്രതയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ആവശ്യമാകാമെന്ന് വിചാരിക്കും. സാധാരണ ജനങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണത്. അതും ഗുരു ഒരു മറുപടി നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റാരിൽ കൂടെയുമല്ല, MP മുത്തേടത്ത് എന്ന് പറയുന്ന മഹാഗുരുവിന്റെ മഹാസമാധി മന്ദിരം നമുക്കായി നിർമ്മിച്ചു തന്ന ആ എന്താ പറയുന്ന ആ ഒരു മഹാത്മാവിനിലൂടെയാണ് ഗുരു ഇങ്ങനൊരു തത്വം നമുക്ക് നൽകുന്നത്. ഒരിക്കല് തൻ്റെ കോൺട്രാക്ട് ആദ്യമായി ഒരു കോൺട്രാക്ട് എടുത്ത് മഹാഗുരുവിനോട്, അത് തന്നെ നമുക്ക് 1 മണിക്കൂർ സംസാരിക്കാനുണ്ട് കേട്ടോ, മഹാസമാധി മന്ദിര സ്മൃതിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ. അപ്പൊ അതിലെ ആ ഒരു സന്ദർഭം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ MP മുത്തേടത്തിന് വലിയ ആഗ്രഹമായിരുന്നു, തൻ്റെ ചെറിയച്ഛൻ്റെ കീഴിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, സ്വന്തമായ ഒരു കോൺട്രാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇദ്ദേഹം സ്വന്തമായിട്ടൊരു കോൺട്രാക്ട് എടുക്കുക. റെയിൽവേയിൽ പെയിന്റ് അടിക്കുന്ന പണിയായിരുന്നു, കമ്പികൾക്കൊക്കെ പെയിന്റ് അടിക്കുന്ന പണിയായിരുന്നു. ആ പണി വളരെ കൃത്യമായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഒരു ലാഭം കിട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ അച്ഛനും അമ്മയോടും പറഞ്ഞു, തൃപ്പാദങ്ങളെ എനിക്ക് പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ്, തൃപ്പാദങ്ങളെ കാണുമ്പോൾ വെറും കൈയോടെ പോയി കാണരുത്, ഭഗവാന് പാദ കാണിക്ക വെക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തൊന്ന് വെക്കേ, ഒരു സശരീരനായിരുന്ന കാലഘട്ടത്തിൽ പോലും ഗുരുവിനെ ആരാധിച്ചിരുന്ന ഒരു സംസ്കാരമാണ് നിലനിന്നിരുന്നത്. അന്ന് അങ്ങനെ ചെയ്തിട്ടിരുന്ന സംസ്കാരമുള്ളപ്പോൾ ഇന്ന് നമ്മളോട് ചോദിക്കുക, ശ്രീനാരായണ ഗുരുദേവനെ ആരാധിക്കാമോ പൂജിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടികളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ MP മുത്തേടത്ത് തൃപ്പാദങ്ങളെ കാണാൻ വേണ്ടി ആലുവ അദ്വൈതാശ്രമത്തിൽ ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ഭഗവാന് വെറ്റിലെ ഒരു തൂഷനിലയിൽ മുന്തിരിയും കൽക്കണ്ടവും അതോടൊപ്പം 5 ബ്രിട്ടീഷ് നാണയവുമാണ് പാദ കാണിക്കയായിട്ട് വെക്കുന്നത്. ഭഗവാൻ കണ്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ പാറനാണല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ തൃപ്പാദങ്ങൾ പാറൻ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുണ്ടിരുന്നത്. മുത്തേടത്തിനെ നടരാജ ഗുരുവിനെ തമ്പി എന്ന് വിളിക്കുന്നത് പോലെ MP മുത്തേടത്തിനെ ഗുരു പാറൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ പാറനാണല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ പാറൻ കാണിക്ക വെച്ചത് തൃക്കൈയിൽ എടുക്കുകയും വളരെ സന്തോഷപൂർവ്വം അതിൽ നിന്ന് 3 നാണയം എടുത്ത് തൃപ്പാദങ്ങൾ ആ തൃക്കരങ്ങളിൽ മാറി മാറി പിടിച്ചിട്ട് ആർക്ക് കൊടുക്കുമെന്നറിയാം? MP മുത്തേടത്തിന് കൊടുക്കുകയും തിരിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, നമുക്കുള്ളത് നിനക്കും നിനക്കുള്ളത് നമുക്കുമെന്ന്. അന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ മുത്തേടത്തിന് മനസ്സിലായില്ല. മഹാസമാധി മന്ദിര സ്മൃതിയിൽ വളരെ വികാരാധീനനായി അദ്ദേഹം ഇതേ അന്നത്തെ കുറിച്ച് വിവരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം 2ാമതൊരു കോൺട്രാക്ട് എടുത്ത് അതിലും വലിയ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചു. ആ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പളുപിളത്ത കുപ്പായവും അതുപോലെ കൈവിരലിലെല്ലാം മോതിരവും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഒരു പരിഷ്കാരിയുടെ രൂപത്തിൽ വളരെ ആഡംബരപൂർണമായ വേഷവിധാനത്തോടു കൂടി വീണ്ടും തൃപ്പാദങ്ങളെ കാണാൻ വേണ്ടി ഈ MP മുത്തേടത്തെ ചെല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആദ്യത്തെ സന്ദർശന വേളയിൽ നമ്മുടെ പാറനാണല്ലോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി വിളിച്ച ആ ഭക്തനെ തൃപ്പാദങ്ങൾ കണ്ട ഭാവം നടിച്ചില്ല. നമ്മൾ പറയത്തില്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ലെന്ന്. അതുപോലെ കണ്ട ഭാവം പോലും കാണിക്കാതിരുന്നു. അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. എന്താണ് ഗുരു ഇങ്ങനെ എന്നോട് പെരുമാറിയത് എന്ന് ചിന്തിച്ച് ഗുരുവിന്റെ അടുത്ത് ചെന്ന് ഞാൻ പാറനാണെന്ന് പറയുമ്പോൾ ഗുരു ചോദിക്കുകയാണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വരുന്നത്? കൊളംബിൽ നിന്നാണോ വരുന്നതെന്ന്.
ആ ചോദ്യത്തിൽ തന്നെ എം.പി. മുത്തടത്ത് പറയുന്നുണ്ട്, തന്റെ അനാവശ്യമായ ആഡംബരത്തിന്റെ തലയ്ക്ക് കിട്ടിയ ഒരു കൊട്ടായിരുന്നു ആ ഗുരുവിന്റെ ചോദ്യമെന്ന്. അതിനുശേഷം അദ്ദേഹം ഒരിക്കൽ പോലും അനാവശ്യമായി പൈസ ചെലവാക്കുകയോ ആഡംബരം എപ്പോഴും കുറച്ച് ഒരു മിതവ്യയത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. പിന്നീട് അനാവശ്യമായ ആഭരണങ്ങൾ ഉപയോഗിച്ചില്ല. കാരണം ഗുരുവിന് ദീർഘദർശിത്വം ഉണ്ട്. ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് ഈ പളവള വസ്ത്രം, ഈ വില കൂടിയ അനാവശ്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യേണ്ടവനാണ്? 40 വർഷത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുക, 40 വർഷത്തിന് ശേഷം SNDP യോഗം ഈ മഹാസമാധി മന്ദിരം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ച് എങ്കിൽ നടന്നില്ല. ശ്രീനാരായണ ധർമ്മസംഘം അതിന് പിന്നിൽ ഇറങ്ങി. ഇതൊന്നും അവർക്ക് ആർക്കും സാധിച്ചില്ല അതിനെ ആ മഹാസമാധി മന്ദിരം പണിയാൻ വേണ്ടി. അവിടെയാണ് തൃപ്പാദങ്ങളുടെ അമൃതവാണികളുടെ ശക്തി മനസ്സിലാക്കേണ്ടത്. നമുക്കുള്ളത് നിനക്കും, നിനക്കുള്ളത് നമുക്കും എന്ന വാക്ക്. ആ മഹാസമാധി മന്ദിരത്തിൽ വീണ്ടും ചർച്ച വരികയും നമുക്കറിയാവുന്നതുപോലെ ശങ്കരാനന്ദ സ്വാമിയിൽ നിരാഹാരം ഇരിക്കുന്ന സന്ദർഭത്തിൽ അത് വീണ്ടും കമ്മിറ്റി കൂടുകയും ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചൊരു കമ്മിറ്റി കൂടുന്ന സമയത്താണ് ഗീതാനന്ദ സ്വാമികള് എം.പി. മുത്തേടത്തിനോട് പറയുന്നത്, കുമാരനാശാന്റെ നാമം ഇവിടെ നിലനിൽക്കുന്നത് പോലെ തന്നെ എം.പി. മുത്തേടത്തിനോട് പറയുകയാണ്, അങ്ങയുടെ നാമവും ഇവിടെ നിലനിൽക്കണം, അതുപോലെ അങ്ങ് മഹാസമാധി മന്ദിരം പണിയണം നൽകണം എന്ന് പറയുമ്പോൾ എം.പി. മുത്തേടത്ത് പറയുകയാണ്, എൻ്റെ അച്ഛൻ എനിക്ക് 11,111 രൂപ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മഹാസമാധി മന്ദിരം എന്ന് നിർമ്മിക്കാൻ തുടങ്ങിയാലും അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയായിട്ട് ഇത് നൽകണമെന്ന് പറയുകയും ആ പൈസ ബാങ്കിലുണ്ട കാര്യം പറയുമ്പോഴാണ് ഗീതാനന്ദ സ്വാമി പറഞ്ഞത് എം.പി. മുത്തേടത്തിനോട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറയുന്നത്. തീർച്ചയായിട്ടും മഹാഗുരുവിനോടുള്ള ആ ഭക്തി അദ്ദേഹത്തിന് അത് സാധിക്കുകയും ചെയ്തു. അത് അനാവശ്യമായ ആർഭാടം ഒഴിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മഹാസമാധി മന്ദിരം പണിത് ലോകത്തിന് നൽകാൻ സാധിച്ചത്. ഇപ്രകാരം നമ്മുടെ ഉള്ളിൽ ഉള്ള ആ വിവരക്കേടിനെ, നമ്മുടെ അനാവശ്യമായ ചെലവാക്കുന്ന രീതികളെ കുറിച്ച് ഇതിനെല്ലാം ഗുരു ഓരോ സന്ദർഭം ഉണ്ടാക്കി വരും തലമുറയോട് നൽകുന്ന ഒരു മറുപടിയാണ്. നമുക്കറിയാം, അല്പം സാമ്പത്തികമായിട്ട് ഭദ്രത വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ആർഭാടത്തിൽ ഒഴുകുന്ന ഒരു കാലമാണ് ഇന്നും. തീർച്ചയായിട്ടും അങ്ങനെ ആവരുത് എന്ന് നമുക്ക് നൽകുന്ന ഒരു മറുപടിയാണ് മഹാഗുരുവിന്റെ ഈ മുത്തേടത്തിനോടുള്ള ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. പിന്നെ ഒരുപാട് കാരുണ്യമുണ്ട് ഗുരുവിന്റെ ഭക്തരോട്. അത് നമ്മൾ ചോദിച്ചിട്ടല്ല കിട്ടുന്നത്. ചിലപ്പോൾ ആ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വരുന്ന ഒരു അൻപ്, ഒരു കടാക്ഷമായിരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽ കോഴിക്കോട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. അവിടെ ആ ചുറ്റമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ തൊട്ടടുത്ത് ഒരു തൂണില് ഒരു ചങ്ങലയുടെ കണ്ണി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാഗുരുവിനെ കുറിച്ച് ഒരു കാര്യവും നമുക്ക് അതിശയോക്തി കഴിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നും തെളിവുകൾ സഹിതം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഗുരുവിനെ ആരാധിക്കാമോ, ഗുരുദൈവമാണോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുന്നിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ മറുപടിയാണിത്. ഒരിക്കൽ തൃപ്പാദങ്ങൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു യുവാവിന്റെ കാലിൽ ചങ്ങലയിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഈ ചങ്ങലയിട്ട ആളെ കാണുമ്പോൾ തന്നെ മഹാഗുരുവിന്റെ ആ തിരുവുള്ളത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ കന്നീവ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഉടനെ ഗുരു പറഞ്ഞു, പാവം, രോഗമൊന്നുമില്ലല്ലോ, അഴിച്ചുവിടാൻ പറഞ്ഞു. അപ്പോൾ കൂടെ കൊണ്ടു നടന്ന ആളുകൾ പറഞ്ഞു, അയ്യോ, അഴിച്ചുവിടാൻ പറ്റില്ല ഭഗവാനെ, ഇവന് ഭ്രാന്താണെന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് ഭ്രാന്തായിട്ട് ഈ ചങ്ങലയിൽ ബന്ധനസ്ഥനായിട്ടാണ് ഇവൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഒന്നും കൂടെ കാരുണ്യപൂർവ്വം പറഞ്ഞു, അവനോടെ അഴിച്ചുവിടാൻ പറഞ്ഞു. രോഗം ഒന്നുമില്ലല്ലോ എന്ന് ഗുരു ഒരു വാക്കുകൊണ്ടാണ് പറഞ്ഞത്. ഭഗവാന്റെ വാക്ക് അമൃതവാണി, അത് സത്യമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അവർ ഗുരുവിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ആ ഭ്രാന്തന്റെ കാലിൽ നിന്ന് ചങ്ങലകളെ അഴിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ചങ്ങലകളെ അഴിച്ചു മാറ്റുന്ന സമയത്ത് യാതൊരു രോഗത്തിന്റെ ലക്ഷണവും കാണിക്കാതെ ആ യുവാവ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു അടയാളം എന്നോണം ആ ചങ്ങലയുടെ ഒരു കണ്ണിയാണ് ഇന്നും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്രകാരം ഭക്തനോട് അനുകമ്പ, കാരുണ്യം ഗുരുവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാൻ പോലും ആ കാരുണ്യം
ആ വരുന്നയാളുടെ വിശ്വാസം അനുസരിച്ച് ഗുരു അത് സാധിച്ചു കൊടുക്കുമായിരുന്നു. ഒരിക്കലും വടക്കേ മലബാറിൽ നിന്ന് രണ്ടുപേര് ഗുരുവിനെ കാണാൻ ചെന്നു. അതിൽ ഒരാളുടെ പേര് പെരേര എന്നായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. വീട്ടിൽ എന്നും രാത്രിയാകുമ്പം ചാത്തന്റെ ഏറുണ്ട്. ഇന്ന് നമുക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. അതൊക്കെ പോട്ടെ. ഇങ്ങനെ ഇവർ രണ്ടുപേരും വന്നപ്പോൾ ഗുരു ചോദിച്ചു, എന്താ കാണാൻ വന്നെന്ന് ചോദിച്ചു. അപ്പം ഗുരുവിനെ വിശ്വസിക്കുന്ന ആ തീയ സമുദായത്തിൽപ്പെട്ട ആ സുഹൃത്ത് പറയും, തൃപ്പാദങ്ങളെ, ഇത് എൻ്റെ കൂട്ടുകാരനാണ്, ഇവന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, എന്തൊക്കെ ചെയ്തിട്ട് ഈ ചാത്തന്റെ ഏറ് പോകുന്നില്ലെന്ന് പറയും. അപ്പം ഗുരു തമാശ രൂപത്തിൽ പറയേ, അതിന് നാം എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ചാത്തൻ കല്ലെറിയുന്നതിന് ഗുരുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് ഓർക്കുന്ന ഗുരു പറയും, വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുമത സമുദായത്തിൽപ്പെട്ട ആ അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ്, അവർക്ക് എന്താണെന്ന് പറഞ്ഞേ, 5 അപ്പം കൊണ്ട് 5000 പേരെ യേശുദേവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ മിക്കവാറും ചെല്ലുന്നിടത്ത് ചോദിക്കാറുണ്ട്, അരത്തടം കാപ്പി കൊണ്ട് ഒരു ആ ചുറ്റും കൂടുന്ന പുരുഷാരത്തിന് മുഴുവൻ ഗുരു നൽകിയ ചരിത്രം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അവിടെ നിന്ന് കൂടിയിരുന്നവർ പറയാം, അയ്യോ അതെങ്ങനെയാ അങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്ന്. അവിടെയാണ് ഇന്ന് നമ്മളിൽ വിശ്വാസത്തിന്റെ അഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു സന്ദർഭം കൂടിയാണിത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണിത്, ഗുരുസ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും, ചാത്തൻ എറിയത്തില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഓ അങ്ങനെയാണോ, വിശ്വാസമുണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞു. എങ്കിൽ എഴുതിയെടുത്തോളാൻ പറഞ്ഞു. കൂടെ നിന്ന ആളോട് പറഞ്ഞു ഒന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി എഴുതി കൊടുത്ത് ഈ പെരേരയ്ക്ക് കൊടുക്കുക. ഇപ്രകാരമാണ് ആ എഴുത്ത്: ഈ കത്തും കൊണ്ട് വരുന്ന പെരേരയുടെ വീട്ടിൽ മേലിൽ കല്ലെറിയരുത് എന്ന് നാരായണ ഗുരു. നമ്മുടെ പെരേരയ്ക്ക് കൊടുത്തിട്ട് പെരേരയോട് പറഞ്ഞ് വീടിന് 3 പ്രാവശ്യം വലം വെച്ചിട്ട് ഇത് വായിക്കണമെന്ന് പറഞ്ഞ്, മേലിൽ കല്ലെറിയത്തില്ലെന്ന് പറഞ്ഞ്. പെരേരയ്ക്ക് ഉറച്ച വിശ്വാസമായിരുന്നു ശ്രീനാരായണ ഗുരുദേവനാൽ എന്തു പറഞ്ഞാലും അത് സാധിക്കുമെന്ന്. കാരണം തന്റെ സുഹൃത്തിന്റെ വാക്കിനെ അതുപോലെ വിശ്വസിച്ചാണ് ഗുരുവിനെ കാണാൻ ശിവഗിരി ചെന്നത്. തിരിച്ച് തന്റെ വീട്ടിൽ ചെന്ന് ഈ കത്ത് വായിച്ച് കേൾപ്പിക്കുക. 3 പ്രാവശ്യം വീടിന് ചുറ്റും നടന്നുകൊണ്ട് ഈ കത്ത് വായിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ആജ്ഞാപിക്കുന്നുണ്ട്, ഇനി മേലിൽ എൻ്റെ വീട്ടിൽ കല്ലെറിയില്ലെന്ന്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ കല്ലേറ് നടന്നിട്ടില്ല എന്ന് ചരിത്രം സാക്ഷി. മഹാഗുരുവിന്റെ ഫലിതവും മഹാഗുരുവിന്റെ ജ്ഞാനവും ആ കൃപയും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ വളരെ കൃത്യനിഷ്ഠയായിട്ട് ഈ ജഗദ്വാണി ഗുരുവാര പാഠശാല നടത്തിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇനി ഇത്രയും സമയം എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശ്രീനാരായണ ഭഗവാന്റെ തൃപ്പാദങ്ങൾ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്തേ. എല്ലാവർക്കും നമസ്തേ. ബഹുമാനപ്പെട്ട ടീച്ചർക്ക് നമുക്ക് നന്ദി രേഖപ്പെടുത്താം. ഗുരുമൊഴികളെ സംബന്ധിക്കുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ കേട്ടത്. ഗുരു വാചാലനായിരുന്നില്ല, പ്രാസംഗികനായിരുന്നില്ല, എന്നാൽ കുറിക്കു കൊള്ളുന്ന സംഭാഷണങ്ങളായിരുന്നു ഗുരു വിവിധ സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരോടും അതുപോലെ ഭക്തന്മാരോടും സംസാരിച്ചതിൻ്റെ ശകലങ്ങൾ നിരവധി ഉദാഹരണ സമിതം നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപിക വിവരിച്ചു തന്നു. ഇനി എത്രയെങ്കിലും സംഭവങ്ങൾ പറയാൻ അധ്യാപികയ്ക്ക് കഴിയുമായിരുന്നു. സമയപരിധി കൊണ്ട് ക്ലാസ് നിർത്തേണ്ടി വന്നു. കൃപയും ജ്ഞാനവും ഫലിതവും യുക്തിയുമെല്ലാം ചേർന്നുള്ള ഗുരുവചനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന ധർമ്മപ്രചാരകയായിട്ടുള്ള ശ്രീമതി സന്ധ്യ വിജയകുമാറിന് ജഗദ്വാണി ഗുരുവാര പാഠശാലയുടെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സമർപ്പണ പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ജയശ്രീ രമേശിനെ ക്ഷണിക്കുന്നു.
ജയശ്രീ രമേശ് ഉണ്ടോ? സുധ ടീച്ചർ, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. വളരെ ഹൃദ്യമായ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ക്ലാസ് അവസാനിച്ചു. എല്ലാവർക്കും ഈ ലിങ്കിന് പുറത്തു പോകാവുന്നതാണ്.